നാടകീടായി. ശരി സാറേ, പോയി വരാം. ശരി, പിന്നെ കാണാം. സാർ ചിന്തിച്ചു. ഇന്ന് മലയാളം പീരീഡ് വെച്ചാലോ? മുത്തശ്ശി, വഴക്ക് പറയുന്നൊരു മുത്തശ്ശി, കവിത ചൊല്ലുന്നൊരു മുത്തശ്ശി, പാവം പാവം മുത്തശ്ശി, പിണങ്ങി നടക്കും മുത്തശ്ശി, ഉപദേശിക്കും മുത്തശ്ശി, സ്നേഹമുള്ളൊരു മുത്തശ്ശി, ചെടികൾ നടുന്നൊരു മുത്തശ്ശി, പാവം പാവം മുത്തശ്ശി, നല്ലൊരു പാവം മുത്തശ്ശി. ഇതേ തോന്നിയ മാഷ് അവളോട് പറഞ്ഞു. ലീല തൻ്റെ അമ്മ ജോലി ചെയ്യുന്നതിനിടയിലൂടെ ഓടിപ്പാഞ്ഞ് തൻ്റെ മലയാളം ടെക്സ്റ്റ് കൊണ്ടുവന്നപ്പോൾ നീ അമ്മയെ തിരിച്ചു പറഞ്ഞു വിടുന്നു. പോയി അമ്മയെ വിളിച്ച് ടെക്സ്റ്റ് വാങ്ങിയിട്ട് വന്നു. അവൾ പോയി ടെക്സ്റ്റ് വാങ്ങി അമ്മയോട് പറഞ്ഞു. അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. അമ്മയെ സാർ വിളിച്ചിട്ടുണ്ട്. തൻ്റെ അമ്മ സങ്കടത്തോടെ മാഷിനെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മാഷെ എന്തിനാണ് എന്നെ വിളിച്ചത്? അവൾ ചെയ്ത കുറ്റത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലം മലയാളം പീരീഡ്. സാറ് വിളിച്ചു. ലീലയുടെ അമ്മ, നിങ്ങൾ ലീല പറഞ്ഞത് വിഷമമായോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇല്ല സാറേ, വിഷമമൊന്നുമില്ല. ലീലയുടെ ക്ലാസ്സിൽ ഇന്നൊരു ഫ്രീ പീരീഡ് ഉണ്ട്. അപ്പോൾ ഞാൻ മലയാളം എടുക്കുന്നുണ്ട്. നിങ്ങൾ ലീലയുടെ കയ്യിൽ തന്നെ കൊടുത്തോളൂ. സാറേ, എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് മലയാളം പീരീഡ് ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്തായാലും ഒരു നല്ല കാര്യമാണ്. സുന്ദരിയായ മുത്തശ്ശി, കാണാൻ ഭംഗിയുള്ള മുത്തശ്ശി, സ്വപ്നത്തിൽ ഓടി നടക്കുന്ന മുത്തശ്ശി, മുത്തം വയ്ക്കും മുത്തശ്ശി, പാവം പാവം മുത്തശ്ശി, സ്നേഹമുള്ള മുത്തശ്ശി, മുത്തശ്ശി, സ്നേഹം തരുന്നൊരു മുത്തശ്ശി, വഴക്ക് പറയുന്നൊരു മുത്തശ്ശി, ഉപദേശിക്കുന്നൊരു മുത്തശ്ശി. ലീലയുടെ അമ്മ മടങ്ങിപ്പോയി. അപ്പോൾ സാർ ചിന്തിച്ചു, ഇന്നത്തെ ദിവസത്തിൽ മലയാളം പീരീഡ് എഴുതി ചേർക്കാമെന്ന്. അപ്പോൾ ലീലയ്ക്ക് മനസ്സിലാവും തൻ്റെ അമ്മ മലയാളം ബുക്ക് കൊണ്ടുവന്നത് നന്നായി എന്നാലോചിച്ച് സാർ എഴുതി ചേർന്നു. വളർത്താൻ അവർ ശ്രമിക്കുന്നു. അവർക്ക് ലഭിച്ച പങ്ക് കുറിച്ചിട്ട് ഒരുപാട് പങ്ക് വഹിക്കും ഫലമായി വളരാൻ അവർ ആഗ്രഹിക്കുന്നു. കുട്ടികൾ പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ നാടിനെ ആഗ്രഹിക്കുന്നതായി കരുതിയിരിക്കുന്നു. എന്നാൽ ജെസിയിൽ വന്ന മണ്ണ് പഴുതുമാതി എടുക്കുമ്പോൾ ഫലഭൂഷ്ടമായ മണ്ണ് നഷ്ടപ്പെടുന്നു. മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. പ്രകൃതിയെ മനുഷ്യൻ പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതിയുടെ സമീപനം വളരെ അപകടപ്പെട്ടതാണ്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിലെ ഓരോ മനുഷ്യരുടെയും ദുഷ്പ്രവൃത്തികൾ ബാല ഓർമ്മകളിൽ നിന്ന് പോലും പ്രകൃതി അകറ്റുന്നു. ഇത്തരത്തിൽ മനുഷ്യന്റെ പുരോഗമനത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾക്ക് നേരെ ശബ്ദമുയർത്തുകയാണ് കവി. ഓർമ്മകൾ ഉറങ്ങുന്ന പ്രകൃതിയാകുന്ന മണ്ണിൽ യന്ത്രങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നതിനെതിരെ കവി ശക്തമായി പ്രതിഷേധിക്കുന്നു. എഴുതിയ പൂവ് എന്ന കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യനുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു പൂവിൻ്റെ സുഗന്ധത്തിലും ഇപ്പോൾ താൻ എഴുതി നടക്കുമ്പോൾ ആ പൂവിനുണ്ടാകുന്ന സുഗന്ധത്തിലും വളരെ വലിയ മാറ്റമാണ് കഥാകാരൻ തോന്നുന്നത്. തികച്ചും നമ്മുടെ രാജ്യം പുരോഗമനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ലഭിച്ച മനോഹരമായ കാര്യസ് എന്ന പ്രോഗ്രാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ പഠിത്തത്തിനും പിന്നെ വായിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബഡിംഗ് റൈറ്റേഴ്സ് എന്ന ഒരു പരിപാടി കൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നു.